നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും ദിനംപ്രതി സഭയോട് ചേർക്കൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യം ഞാൻ വായിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അക്കാലത്ത് എല്ലാ ദിവസവും രക്ഷിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ സാമാന്യാർത്ഥം. എന്നാൽ 3000 ആളുകൾ ഇരണ്ടിരണ്ടായിട്ട്, യേശു ഇരണ്ടിരണ്ടായിട്ടാണല്ലോ സുവിശേഷം അറിയിക്കാൻ ആളുകളെ അയച്ചത്. യോഹന്നാനും പത്രോസും കൂടി ഒരുമിച്ചാണല്ലോ യെരൂശലേം ദേവാലയത്തിലേക്ക് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇരണ്ടായിട്ട് അപ്പോസ്തലന്മാർ പോകുന്നുവെന്നിരിക്കട്ടെ. അവർ എത്രയോ വീടുകളിൽ പോകുന്നു, എത്രയോ ചന്തസ്ഥലങ്ങളിൽ, കവലകളിൽ പ്രസംഗിക്കുന്നു. അത് കേൾക്കുന്ന മാത്രയിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ എന്താണ് എഴുതേണ്ടത്? രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് നിമിഷം തോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ? ചില ആളുകൾക്ക് ഇങ്ങനെ സുവിശേഷം പറയാൻ പോയി അവർ സഭയിൽ വന്നോ അല്ലെങ്കിൽ ക്യാമ്പുകളിലൊക്കെ വന്നോ പറയുന്നത്, ഞാൻ പോയ വഴിക്ക് 12 ആൾ രക്ഷിക്കപ്പെട്ടു, 14 ആൾ രക്ഷിക്കപ്പെട്ടു, 30 ആൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. യേശു പറഞ്ഞ ഒരു കാര്യം നമ്മൾ ബോധപൂർവം മറക്കുകയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് യേശു അല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു, 3000 പേര് സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. അതൊരുമിച്ചുള്ളതാണ്. യേശുവിനെ വിശ്വസിക്കുക, സ്നാനപ്പെടുക, സഭയോട് ചേരുക. ഇതൊരു പാക്കേജാണ്. സഭയോട് ചേരാതെ സുവിശേഷം അറിയിച്ച, സ്നാനപ്പെടുത്തിയ ആളുകളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ തയ്യാറാകാത്ത ഒരു രക്ഷ അത് കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ നിഴലുകൾ പഴയ നിയമത്തിലുണ്ട്. നോഹയുടെ കാലത്തെ ജനം, നോഹയുടെ ഭാര്യയും മക്കളും പെട്ടകത്തിൽ കയറി പെട്ടകമുറച്ച സ്ഥലത്ത് നോഹയോടുകൂടെ അവരിറങ്ങി വേർപെട്ട് വേറൊരു കരയിൽ അവർ ജീവിക്കുകയാണുണ്ടായത്. അതുപോലെ മോശയോടുകൂടെ ഇറങ്ങി തിരിച്ച ഇസ്രയേൽ ജനം ഇസ്രയേൽ വിട്ട് ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്ന്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മോശയോട് ചേർന്ന് അവർ മരുഭൂമിയിൽ കർത്താവിനെ ആരാധിക്കുകയാണ് ഉണ്ടായത്. അത് രണ്ടും സ്നാനത്തിന് നിഴലാണ്. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെടുന്ന ആളുകൾ ആ സ്നാനപ്പെടുത്തുന്ന സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കണം. അല്ലെങ്കിൽ കർത്താവ് കാണിച്ചു കൊടുക്കുന്ന ആ കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കണം. അതല്ലാതെ യേശുവിനെ ജസ്റ്റ് കൈക്കൊള്ളുന്നു എന്നുള്ള കാര്യം കൊണ്ടോ പിന്നെ സ്നാനപ്പെടുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം കൊണ്ടോ ആയില്ല. യേശുവിനെ കൈക്കൊള്ളണം, ദൈവമായി കൈക്കൊള്ളണം. ആ ദൈവമായ യേശുവിനെ സ്നാനത്തിലൂടെ അനുസരിക്കണം. മൂന്നാമത് ആ ദൈവമായ യേശു രക്ഷിച്ച ആ സഹോദരവർഗത്തെ സ്നേഹിച്ച് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ, ആരാധിക്കാൻ, സുവിശേഷ വേല ചെയ്യാനൊക്കെ തയ്യാറാകണം. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. നിമിഷം പ്രതി എന്നല്ല. കൈപൊക്കി കാണിച്ച ആളുകൾ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറഞ്ഞ ആൾ, ഒന്ന് ഏറ്റു പറഞ്ഞ ആൾ, അവരൊക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് വന്നാൽ നിമിഷം തോറും എന്ന് വേണം എഴുതാൻ. പക്ഷെ അങ്ങനെയല്ല, ദിനം പ്രതി എന്നാണ്. കാരണം യെരൂശലേം സഭയിൽ ദിനം പ്രതി ശുശ്രൂഷ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ സഭയിൽ വന്ന് ഏറ്റുപറയുകയാണ്. സഭയിലാണ് ഏറ്റുപറയേണ്ടതെന്ന് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലുണ്ട്. പിന്നെ ആത്മാവരമില്ലാത്തവൻ അകത്ത് വന്നാൽ, എല്ലാവരും അന്യഭാഷ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയും. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിൽ പലരുടെ വാക്കുകളാലും അവന് പാപബോധം വന്നിട്ട് അവൻ ദൈവത്തെ ഏറ്റുപറയാൻ തയ്യാറാകുമെന്നാണ്. അപ്പോൾ ഏറ്റുപറയേണ്ടത് സഭയിലാണ്. മനുഷ്യപുത്രന്മാരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയണം എന്നാണ്. അപ്പോൾ യേശുവിനെ ഏറ്റുപറയേണ്ടത് സഹോദരന്മാരുടെ, വിശ്വാസികളുടെ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ, സഭയുടെ മുൻപാകെയാണ്. അവരാണ് സ്നാനം അറേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ യെരൂശലേമിലെ സഭയിൽ ദിനംപ്രതി ജ്ഞാന ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്
രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നത്. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളുന്നു, ദൈവമായി കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കരുത്. അത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം, സ്നാനം കൊണ്ട് തെളിയിക്കണം. അങ്ങനെ സ്നാനപ്പെട്ട ആളുകൾ സ്നാനപ്പെട്ടു എന്നും പറഞ്ഞ് തൃപ്തിപ്പെടാതെ അവരെന്ത് ചെയ്യണം? അവര് സ്നാനം അടക്കമാണ്. സ്നാനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ അല്ലെങ്കിൽ ആരാധിക്കാനുള്ള ഒരു അനുവാദം അവർക്കുണ്ടാകുകയാണ്. അവർ തീർച്ചയായിട്ടും ഇരുപത്താഴത്തിൽ കൈക്കൊള്ളേണ്ടത് ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ. സഭയായിട്ട് വിശേഷ വേല അതും ഒരുമിച്ചല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരുമിച്ചല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ കർത്താവ് കാണിച്ചിരുന്ന സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും പാടാനും ആരാധിക്കാനും വിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ വായിച്ചത്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇത് പ്രാദേശിക സഭയുടെ കാര്യം കൂടെയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ അദൃശ്യ സഭയുടെ അംഗങ്ങളായി മാറുന്നു, അവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നു എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എന്നാൽ അവർ ആരാധിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും മറ്റു വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുവാനും പണം മുടക്കാനും ഒക്കെ വേണ്ടി അവർ എന്ത് ചെയ്യണം? ഒരു പ്രാദേശിക സഭയിൽ അംഗത്വം സ്വീകരിക്കണം. ആ പ്രാദേശിക സഭയ്ക്ക് കീഴ്പ്പെടാനും അവിടെ നിന്ന് വചനം പഠിക്കാനും അങ്ങനെ ആത്മീയമായി വളരാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഈ കൂട്ടായ്മ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ മാതൃക. അതിനെ പിൻപറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.